ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസസ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അവർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ജനറൽ വർക്കർ ക്യാൻറ്റീനിലോട്ടാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പം ക്യാൻറ്റീൻ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 1 year സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ഫ്രം എ ഗവൺമെൻറ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ 2 year വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഇൻ കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ് മാനേജർ ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റെക്കഗ്നൈസ്ഡ് ഇൻ ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളം അറിഞ്ഞിരിക്കണം. ഇവയാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞത് May 8 മുതൽ May 22 വരെയാണ്. May 22 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറഞ്ഞാൽ 15 ജനറലുകാർക്ക് 7, OBC 7, EWS 1 അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പീരീഡ്സ് പറഞ്ഞിരിക്കുന്നത് കോൺട്രാക്ട് ബേസ് ആണ്. 3 വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത്. അപ്പോൾ 3 വർഷത്തിലെ ഓരോ ഇയറിലും പറയുന്ന സാലറിയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ വർഷം 20,200 രൂപ. അതുപോലെ തന്നെ ഓവർ ടൈം ചെയ്യുന്നതിന് 5,050 രൂപ വെച്ച് തരുന്നുണ്ട്. അതുപോലെ തന്നെ 2ാം വർഷം 20,800, അതിന് ഓവർ ടൈം 5,200 പറയുന്നുണ്ട്. 3ാം വർഷം 24,500 സാലറി പറയുന്നത്. അപ്പോൾ ഓവർ ടൈമിന് 5,380 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സ് കഴിയാൻ പാടുള്ള 22 May 2024, അതുപോലെ 23 May 1994 മുതലേ ജനിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ റിസർവേഷൻകാർക്ക് നിയമാനുസൃത വയസ്സിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതിൻ്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റിൻ്റെയും അതുപോലെ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. 100 മാർക്കിൻ്റെ ടെസ്റ്റാണ്. റിട്ടൺ ടെസ്റ്റിന് 20 മാർക്ക്, അതുപോലെ പ്രാക്ടിക്കൽ ടെസ്റ്റിന് 80 മാർക്കും ആയിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത്. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കുക. വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും പറയുന്ന ഫുഡ് മാനേജ്മെൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷ സമർപ്പിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റും നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ആ നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതിനും ബൈ.